കൊണ്ടു പോടോ. എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ. അപ്പൊ ദേഷ്യം വന്നില്ലേ? ആരോടാ സൂത്രൻ ദേഷ്യപ്പെടുന്നത്? പാത്രത്തിനോടാണെന്ന് തോന്നുന്നു. 2 ദിവസമായിട്ട് സൂത്രന് പെട്ടെന്ന് ദേഷ്യം വരും. എവിടെയെങ്കിലും സൂത്രൻ വീണോ? ഇനിഞ്ഞാന്ന ഒന്ന് വീണു. തലയടിച്ചാ വീണത്. ആ, അപ്പോ സംഗതി അത് തന്നെ. തലയിടിച്ച് വീണാൽ ഈ പ്രശ്നം വരാറുണ്ട്. ഇതിന്റെ പ്രശ്നം ഞാനിപ്പോ കണ്ടുവരുന്ന വഴിയാ. ഇതിനൊക്കെ മരുന്നിനേക്കാൾ നല്ലത് ഉപദേശമാ. ഉപദേശിച്ച നേരെയാക്കാൻ പറ്റിയ ഒരാളുണ്ട്. ആരാ? തന്നെ എല്ലാം ഞാൻ ഉപദേശിച്ച് മാറ്റിത്തരാം. 7 ദിവസമാണ് ഉപദേശം. ഓരോ ദിവസവും ഓരോ മുയലിനെ വെച്ച് തന്നാ മതി. എന്നാ ശരി, ഇന്നത്തെ ഉപദേശം തുടങ്ങാം. ഈ മുൻകോപം എന്ന് പറയുന്നത് ഒരു ഓട്ടക്കാരനാണ്. അത് എപ്പോഴും ഓടി മുമ്പിലെത്താൻ നോക്കും. അപ്പം നമ്മൾ ഓടി അതിനെ പിന്നിലാക്കണം. എത്ര ദൂരം ഓടേണ്ടി വരും? ശരിക്കും ഓടണ്ട, ഓടി ഓടി മുൻകോപത്തിൻ്റെ മുന്നിലെത്തിയെന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. അപ്പം മുൻകോപം പിൻകോപമാകും. അപ്പോൾ കോപം നാണിച്ച സ്ഥലം വിട്ടോളും. അതുകൊണ്ട് മുൻകോപത്തെ തോൽപ്പിക്കാൻ മനസ്സിൽ ഓട്ടമത്സരം നടത്തുകയാണ് വേണ്ടത്. മനസ്സിലായോ? ആയി. ഇന്നത്തെ ഉപദേശം കഴിഞ്ഞു. ഇനി നാളെ വരാം. ഇന്നലെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇന്ന് 2ാമത്തെ ഉപദേശം തരാം. വേണ്ട അപ്പൂപ്പ, ഇന്നലത്തെ ഉപദേശം കൊണ്ട് തന്നെ ദേഷ്യമെല്ലാം മാറി. സൂത്രന്റെ പിന്നിലാ ദേഷ്യം. ശരിയാ, ഇപ്പൊ എനിക്ക് മുൻകോപമേ വരുന്നില്ല. നടന്നു വന്നതല്ലേ, വെള്ളം കുടിച്ചോളൂ അപ്പൂപ്പ. കൊണ്ടുപോടോ അവൻ്റെ ഒരു വെള്ളം. 7 ദിവസം മുയലിനെ തിന്നാമെന്ന് വിചാരിച്ചതാ. അത് കണ്ടോ, നമ്മുടെ കടിയൻ സിംഹമല്ലേ അത്. മൂപ്പർക്കെന്താ ആ പൊത്തിനകത്ത് പരിപാടി? നോക്കടോ, ആ കടിയന്റെ മുടിയൊക്കെ പോയി. ഇതാര് പറ്റിച്ചോ? വാ നോക്കാം. ഓയ്, അകത്താളുണ്ടോ? സംശയിക്കാനില്ല, ഇവൻ എന്തോ ഒപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ബലമായ സംശയം കടിയൻ്റെ മുടി ഇവൻ കടിച്ചതാണെന്നാ. കടിയനെ ഇവനെ പേടിയായിരിക്കും, അതാ മിണ്ടാതെ പോയത്. അങ്ങനെയാണെങ്കിൽ കടിയനെ സോപ്പിടാൻ പറ്റിയ തക്കമാ. ഡേ, നീയാണോ കടിയൻ്റെ മുടി കടിച്ചു മുറിച്ചത്? അമ്പടാ, അത് ഞാൻ കാണിച്ചു തരാം. കടിയൻ ചേട്ടനെ കടിച്ച ഈ പല്ല് ഞാൻ വെച്ചേക്കില്ല. ചേട്ടാ, കടിയൻ ചേട്ടോ, എടുത്തു. ചേട്ടൻ്റെ മുടി കരണ്ട ഇവൻ്റെ പല്ല് ഞങ്ങൾ എടുത്തു. എന്തായിക്കോ? എന്താ അവിടെ ഒരു ബഹളം? അയ്യോ, ഞാനിപ്പം ചാകുവേ. എന്താ ഇവിടെ ബഹളം? എലി കയറി, വയറ്റിലെ എലി കയറി. ഇന്നലെ രാത്രി ഒരു തേങ്ങാപ്പൂള് തിന്നതാ. അത് കട്ട് തിന്നാൻ വയറ്റിലെ എലി കയറി. എന്റെ കരള് അവൻ കരളും, അത് ഉറപ്പാ. അക്കു, എലിയെ പിടിക്കാൻ കെണിയുണ്ട്. പക്ഷേ അതിനെ കെണി വിഴുങ്ങണ്ടേ? വല്ല മരുന്ന് കിട്ടുമോ എന്ന് നോക്കാം. മക്കളെ, നിങ്ങൾ ഏതാ? ഞാൻ അക്കു. അച്ഛൻ അക്കുക്കു, അപ്പൂപ്പ അക്കുക്കു. ഞാൻ ഇക്കു. അച്ഛൻ ഇക്കു, അപ്പൂപ്പൻ ഇക്കു. ശരി, എന്തായാലും നിങ്ങൾ വെറുതെ മെനക്കെടേണ്ട. എലിയൊന്നും കയറിയിട്ടില്ലെന്നേ, മുമ്പേ സ്വപ്നം കണ്ടതാ. ഇന്നാളൊരു ദിവസം ആമാശയത്തിൽ ആമ കയറിയെന്നും പറഞ്ഞായിരുന്നു കരച്ചിൽ. അത് ശരി, തോന്നലാണല്ലേ. അക്കു, എനിക്കൊരു സൂത്രം തോന്നി. ഇക്കു, എനിക്കും ആ സൂത്രം തോന്നി. ഞങ്ങൾ ഇപ്പോൾ വരാം. ചെറിയ മത്തങ്ങ കിട്ടി. ഇനി മറ്റവനെ വേണം. എന്താ വല്ലാണ്ടിരിക്കുന്നത്? എന്നാലേ ദാ ഇതിനകത്ത് കയറിക്കോ. ആരും കാണണ്ട, അടിച്ചു മാറ്റിയതാ. ഞങ്ങളിതൊരു മാളത്തിൽ വെച്ചേക്കാം. ആരും കാണാതിരിക്കാനാ. വിശപ്പ് മാറുമ്പോൾ പുറത്തു വന്നാൽ മതി. ഞങ്ങൾ കാത്തു നിൽക്കാം. ചേട്ടാ, ദാ ഇത് മരുന്നാ. കടിക്കരുത്, വിഴുങ്ങണം. അനക്കമുണ്ട്, മരുന്ന് ഏറ്റെന്ന് തോന്നുന്നു. വായ തുറന്നിരുന്നു.
എൻ്റെ ഒരു പഴയ ഫ്രണ്ടാ, മൂപ്പര അകത്തുണ്ടായിരുന്നു.